തിരുവോണത്തിന്റെ ആരവങ്ങളിലേക്ക് മലയാളികളെ നയിച്ച ഉത്രാടപ്പാച്ചിൽ സദ്യവട്ടങ്ങളും ഓണക്കോടികളും വാങ്ങാനുള്ള തിരക്കിലാണ് എല്ലാവരും. പ്രായഭേദമന്യമേ എല്ലാവരും തിരക്കിൽ അലിഞ്ഞു ചേരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ എന്നിവർ ചേരുകയാണ്. ആദ്യം കാസർഗോഡേക്ക് പോവുകയാണ്. നീലേശ്വരത്ത് നിന്നാണ് അരുൺ പാറയ്ക്കൽ ചേരുന്നത്. അരുൺ പാറയ്ക്കൽ, അങ്ങനെ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. എങ്ങനെയാണ് കാസർഗോഡെ തിരക്ക്? എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണോ? കാസർകോട്ടെ തിരക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ റോഡിലേക്ക് ഇറങ്ങണം. റോഡ് വലിയ രീതിയിലുള്ള ബ്ലോക്കാണ്. ഏകദേശം ഈ സ്ഥലത്ത് തന്നെ നീലേശ്വരത്ത് തന്നെ ഞാൻ 1 മണിക്കൂറോളമായി നമുക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗങ്ങളിലാണ്, കാഞ്ഞങ്ങാട് ടൗണിലൊക്കെയാണ് വലിയ തോതിലുള്ള ഒരു തിരക്ക് ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ തൊട്ട് പുറകിൽ കാണുന്നത് ഈ പൂക്കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കുറേ ആളുകൾ ഈ പൂ വാങ്ങുന്നതിന് വേണ്ടി നാളത്തെ അവസാനവട്ട ഒരുക്കത്തിലാക്കി പൂ വാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ പൂവിന് വില കുറവുണ്ടോ? പൂവിന് വില കുറവൊന്നുമില്ല, അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഓണമല്ല, എല്ലാവരും വാങ്ങും. ഈ കർണാടകത്തിൽ നിന്ന് പൂ വരുന്നതുകൊണ്ട് നമുക്ക് വില കുറവുണ്ട്. ഇനിയിപ്പോൾ അവർ ഡയറക്റ്റ് തന്നെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ കുറവുണ്ട് തോന്നുന്നു. ചേട്ടാ, നാളേക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ ഒരുക്കാണ്. അപ്പോൾ ഇന്ന് പൂ വാങ്ങിച്ചു, കൊടുക്ക് നാളെ പൂക്കളിടണം. പിന്നെ ഇത് പരിപാടികളായി നടക്കുന്നത്. ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ്സ് എടുത്തോ? ചേച്ചി, എന്തായി ഒരുക്കങ്ങളൊക്കെ? എന്തായാലും പ്രവിത, എല്ലാ ആളുകളും വളരെയേറെ സന്തോഷത്തിലാണ്. നാളത്തേക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ആളുകളും ഉള്ളത്. പ്രത്യേകിച്ച് ഈ പൂവിനൊക്കെ ചില ഭാഗങ്ങളിൽ വിലക്കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നീലേശ്വരം ടൗണിലാണ്. നമുക്ക് ഈ ട്രാഫിക്കാണ് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര രീതിയിൽ, പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. അപ്പോൾ ഈ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ട്രാഫിക് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. ആളുകൾക്ക് അതൊരു മടുപ്പ് ഉളവാക്കുന്നുണ്ട്. എന്തായാലും ഈ ഉത്രാടപ്പാച്ചിലിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ ആളുകളും എന്ന് വേണം പറയാൻ. പ്രവിത, ശ്രീ കാസർഗോഡ് നീലേശ്വരത്ത് നിന്നുള്ള വിവരങ്ങളാണ് അരുൺ പാറയ്ക്കൽ നൽകിയത്. ഇനി നമ്മൾക്ക് കൊച്ചിയിലേക്ക് വരാം. എങ്ങനെയാണ് മധ്യ കേരളത്തിലെ ആഘോഷങ്ങൾ എന്ന് നോക്കാം. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ ബ്രോഡ്വേയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിതിൻ, അല്ലെങ്കിൽ തന്നെ ബ്രോഡ്വേ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് അടുക്കാൻ പറ്റാറില്ല, പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും. ഇപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിൽ കൂടിയാണ്. മണ്ണിട്ടാൽ താഴാത്ത അത്ര ജനം അവിടെ ഉണ്ടോ? എങ്ങനെയാണ് എല്ലാവരുടെയും ആഘോഷത്തിലുള്ള ഒരുക്കങ്ങൾ? പ്രവിധ പറഞ്ഞത് വളരെ ശരിയാണ്. അല്ലെങ്കിൽ തന്നെ വൈകുന്നേരങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രോഡ്വേ. ഇന്നത്തെ കാഴ്ച നമുക്ക് കാണാം. ഓണത്തിരക്കാണ്. ഓണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകളെല്ലാം ബ്രോഡ്വേയിൽ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഈ തിരുവോണ തലേന്ന് എന്തെങ്കിലുമൊക്കെ ഈ മലയാളികൾ മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് ഇപ്പോൾ ആളുകളൊക്കെ ഉള്ളത്. ഉച്ച മുതൽ തന്നെ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. രാത്രി വൈകിയും ഇന്ന് ഈ കച്ചവടം ഇങ്ങനെ പൊടിപൊടുക്കും. എന്തായാലും ആളുകളൊക്കെ ഓരോ സാധനം വാങ്ങാനായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തിരക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് ബ്രോഡ്വേ. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിന്നല്ല മറ്റ് പല ജില്ലകളിലടക്കം ആളുകൾ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്താറുണ്ട്. വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ പച്ചക്കറികളെല്ലാം തന്നെ ഓരോ സാധനങ്ങളും വാങ്ങാൻ ഇവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാണ് പൊതുവെ കാണാറ്. അതുകൊണ്ട് തന്നെ ഈ ഉത്രാടപ്പാച്ചിലിൽ അവസാനപ്പെട്ട ഒരുക്കത്തിൽ കൂടിയാണ് ആളുകളൊക്കെ ഉള്ളത്. ചേട്ടാ, ഡ്രസ്സൊക്കെ വാങ്ങിയോ? ചേട്ടാ, ഡ്രസ്സൊക്കെ വാങ്ങിയോ? ഇക്കുറത്ത് ഓണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാണ്. ഈ ബ്രോഡ്വേയിൽ വന്നാണോ ഈ ഓണത്തിന് ഡ്രസ്സൊക്കെ വാങ്ങാൻ? എല്ലാ പ്രാവശ്യം എവിടുന്ന് വരിക? ആലുവ. ചേച്ചി, എങ്ങനെ ഓണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പാണ്? ഡ്രസ്സൊക്കെ വാങ്ങി? ഇവിടുന്നാണോ വാങ്ങി ഓണക്കോടി? ഇവിടുന്ന് വാങ്ങി. ഞങ്ങൾ നേരത്തെ വന്ന് പോയതായിരുന്നു പ്രാവശ്യം. പച്ചക്കറിയൊക്കെ വാങ്ങാനുള്ളൊരു പച്ചക്കറിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ. ഈ ആളുകളൊക്കെ ഓരോ സാധനം വാങ്ങി ഇപ്പോൾ ചിലവർ മടങ്ങുന്നുണ്ട്. എന്തായാലും കുറെ പേര് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ തിരക്കിലേക്ക് എന്തായാലും ബ്രോഡ്വേ കടക്കുകയാണ്. നമുക്കറിയാം, ഈ ഓണത്തെ വരവേൽക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിരക്കിങ്ങനെ കൂടി വരുന്നു. കച്ചവടക്കാരെല്ലാം തന്നെ വലിയ ഒരു ആവേശത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഓണം സീസൺ എന്ന് വന്നാൽ ഈ കച്ചവടക്കാർക്കൊക്കെ വലിയൊരു പ്രതീക്ഷ. കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ എങ്ങനെയുണ്ട്? സാധാരണ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണല്ലോ ഇത്.
പ്രവിധ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ ബ്രോഡ്വേയിലെ തിരക്ക് കാരണം തന്നെ നമുക്കറിയാം തൊട്ടപ്പുറമുള്ള കൊച്ചിയിലെ നഗരങ്ങളിലടക്കം വലിയ തിരക്ക് ഇതിനും തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഇടപ്പള്ളി, അതോടൊപ്പം തന്നെ പാലാരിവട്ടം അടക്കമുള്ള സ്ഥലങ്ങൾ കൂടാതെ ഈ മറൈൻ ഡ്രൈവ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് ഇതിനും തന്നെ ഇപ്പോൾ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് രാത്രി വൈകുന്തോറും ഈ ബ്രോഡ്വേയിലേക്ക് തിരക്ക് ഇങ്ങനെ കൂടി വരുന്നതാണ് ഇവിടുത്തെ പതിവ് രീതി. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലും ഈ ഗതാഗതക്കുരുക്ക് ഇങ്ങനെ രൂക്ഷമായി തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ ആളുകളെല്ലാം തന്നെ ഈ ഓണമായതുകൊണ്ട് അതിന്റെ അവസാനപ്പെട്ട ഈ ഒരുക്കത്തിലേക്ക് ആ ഒരു കടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രോഡ്വേയിൽ വന്ന് ആളുകൾ ഇങ്ങനെ ഓരോ സാധനം വാങ്ങി പോകുന്നതാണ് പതിവ്. ആ പതിവ് ഇക്കുറിയും നമുക്ക് കാണാം. അത്തരത്തിലേറെ തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിവരെ ഇവിടുത്തെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ തുറന്നിരുന്നു. ഇന്നും സമാനമായി തന്നെ ആ ഒരു ഈ തിരക്ക് കാരണം അത്തരത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ ഇവിടെ വന്നപ്പോൾ ഇത്തരമൊരു തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി മാറി. ഒന്ന് ഈ മര്യാദയ്ക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ തിരക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടക്കാരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും വയനാട് ദുരിതമൊക്കെ ഉണ്ട്. നമ്മൾ വലിയ ആഘോഷങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഓണം സീസൺ ആയാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് വലിയ പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ഒരു അതിജീവനത്തിന്റെ ഒരു നാൾ കൂടിയാണല്ലോ ഓണം. അതുകൊണ്ട് ആ ഒരു നിലയിൽ ഓണത്തെ ആഘോഷിച്ച് വരവേക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ എല്ലാം ഒരുക്കത്തിലാണ് മലയാളികളെല്ലാം ഉള്ളത്. പ്രവിധ. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ബ്രോഡ്വേ. അവിടെ നിന്നുള്ള വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. സമാനമായ ഒരിടം കോഴിക്കോടുമുണ്ട്. അത് മിഠായി തെരുവാണ്. അവിടെ നിന്നാണ് രാഹുൽ സുരേഷ് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ചേരുന്നത്. രാഹുൽ, ഉത്രാടദിനാശംസകൾ. ഇപ്പോൾ ബ്രോഡ്വേയിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു നിതിൻ അംബുജൻ. സമാനമായ രീതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരിടമാണ് മിഠായി തെരുവ്. അവിടുത്തെ തിരക്കിപ്പോൾ തന്നെ എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രയധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് വ്യാപാരികളുടെയൊക്കെ പ്രതികരണം? കൂടുതൽ വിറ്റുവരവൊക്കെ ഉണ്ടോ അവർക്ക്? എന്താണ് വിശദാംശങ്ങൾ? പ്രവിധ, ഉത്രാടദിന ആശംസകൾ. ബ്രോഡ്വേയിലെ പോലെ തന്നെ ഉള്ള ഒരു കാഴ്ച തന്നെയാണ് SM സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സൂചി കുത്താനിടയില്ലാത്ത പോലെ തന്നെ ഒരു തിരക്ക് ഈ ഉത്രാട ദിനത്തിലുണ്ട്. ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. ആ ഉത്രാടപ്പാച്ചിലൊപ്പം തന്നെ 24 ഉണ്ട്. നമ്മളിപ്പോൾ SM സ്ട്രീറ്റിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. അവസാനം മറന്നുപോയ ചില സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് SM സ്ട്രീറ്റിൽ എത്തിയിരിക്കുന്ന മലയാളികൾ എന്ന് പറയുന്നത്. ഇവിടെ SM സ്ട്രീറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ കാണാം ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വന്ന് ദർശനമൊക്കെ നടത്തിയ ശേഷം വേണമെങ്കിൽ ആളുകൾക്ക് ഈ സാധനങ്ങൾ വാങ്ങാനായി കടകളിലേക്ക് പോകാം. ഈ SM സ്ട്രീറ്റിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വസ്ത്രങ്ങളുണ്ട്, ചെരുപ്പുകളുണ്ട്. അങ്ങനെ ഒരാൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഉത്രാട ദിനത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നായി SM സ്ട്രീറ്റ് മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ആളുകളിൽ ചില ആളുകളുടെ കയ്യിലൊക്കെ കവറുണ്ട്. ഇവർ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകുന്ന ആളുകളാണ്. കുറെ ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി വരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ചേട്ടാ. കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ തിരക്കുണ്ടല്ലേ? ഉണ്ട്. ഈ വരുന്ന ആളുകളൊക്കെ സാധനം വാങ്ങാൻ വരുന്നത് തന്നെയാണല്ലേ? ഒരു ആൾക്കാരൊക്കെ പർച്ചേസിനായിട്ട് വരുന്നത് തന്നെയായിരുന്നു. സാധാരണ ഈ SM സ്ട്രീറ്റിലൊക്കെ വരുമ്പോൾ ആളുകളോട് ചോദിക്കുമ്പോൾ, ഈ കച്ചവടക്കാരോട് ചോദിക്കുമ്പോൾ പറയും ഈ ആളുകളൊന്നും സാധനം വാങ്ങാതെ വെറുതെ വന്ന് കണ്ടു പോകുന്ന ആളുകളാണെന്ന്. പക്ഷേ ഇത്തവണത്തെ കാഴ്ച അങ്ങനെയല്ല. ഇത്തവണ അത്യാവശ്യം തിരക്കുണ്ട്. ഈ തിരക്കിലുള്ള ആളുകൾ സാധനം വാങ്ങി തിരിച്ചു പോകുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ എന്തായാലും പറയുന്നത്. എങ്ങനെയുണ്ട് തിരക്കൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി തിരക്കല്ലേ? ഉത്രാടപ്പാച്ചിൽ ശരിക്കും ഇവിടെ കാണാം. കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ തിരക്ക്? കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം തിരക്ക് കുറവായിരുന്നു ഇവിടുന്ന് പറഞ്ഞല്ലോ. ഇല്ല, നല്ല തിരക്കുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം തിരക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ തിരക്കുണ്ടെന്നാ ചേട്ടൻ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. എന്താണ് ഈ ഓണമായിട്ട് എന്താ പരിപാടി? ക്യാമറയിലേക്ക് നോക്കി. അന്ന് ക്യാമറ കാണാൻ താല്പര്യമില്ലാത്ത ചേട്ടനാ. നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങൾ. ചേട്ടാ, എങ്ങനെയുണ്ട്? ഓണമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? എല്ലാം വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ലൈൻ. എന്തായാലും മങ്ങലേൽക്കാതെ ഓണം ഗംഭീരമായിട്ടുണ്ട് ഈ വർഷം. നല്ല തിരക്കുണ്ട്. കച്ചവടക്കാരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. ഹാപ്പി ഓണം. ചേട്ടാ, ഇന്ന് രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മഴ മാറി നിൽക്കുക. സന്തോഷമായി മാറി നിൽക്കുകയാണ്. ഓണം ഹാപ്പിയാണ്. എല്ലാവർക്കും നല്ല സുഖം വരട്ടെ. എങ്ങനെയുണ്ട് ഇത്തവണ ഓണം? സൂപ്പർ. ചേച്ചി, മുല്ലപ്പൊക്കെ ചൂടി വന്നല്ലേ? എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയല്ലേ? അപ്പോ SM സ്ട്രീറ്റിലെ കാഴ്ച അതാണ് പ്രവിധ. അടിപൊളി ഓണമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ വ്യാപാരികളൊക്കെ നല്ല ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. വന്ന ആളുകളും കൈനിറച്ച് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് SM സ്ട്രീറ്റിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പ്രവിധ. ശരി രാഹുൽ, എന്തായാലും കോഴിക്കോട്ടെ ഓണാഘോഷം അതിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ് മലയാളികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതീക്ഷ ഉള്ള ഒരു സമയം കൂടിയാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം. അങ്ങനെ ഓണത്തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ് മലയാളികൾ.